നമസ്കാരം. കോഴിക്കോട് മൂഴിക്കലിൽ 16-കാരിയെ കൊലപ്പെടുത്തി യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. 10ാം ക്ലാസ് പരീക്ഷാഫലം കാത്തിരുന്ന നസ്രീൻ എന്ന 16-കാരിയാണ് കൊല്ലപ്പെട്ടത്. പെൺകുട്ടിയുടെ അമ്മയുടെ സഹോദരിപുത്രനായ അദ്നാനാണ് കൊലപാതകം നടത്തിയത്. ഒന്നിലേറെ കൊലപാതകമായിരുന്നു ഇയാളുടെ ലക്ഷ്യം. ഇയാൾ സ്ഥിരം പ്രശ്നക്കാരനാണെന്നാണ് പുറത്തുവരുന്ന വിവരം. അദ്നാന്റെ സ്വഭാവദൂഷ്യം പെൺകുട്ടി കണ്ടെത്തുകയും ഇതിനെ തുടർന്ന് ഇയാളെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തിരുന്നു. ഈ വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക വിവരം. വീട്ടിൽ നിന്ന് പണമെടുക്കാൻ ഉൾപ്പെടെയുള്ള ശ്രമങ്ങൾ ഇയാൾ നടത്തിയിട്ടുണ്ട്. ഇത് പിടിക്കപ്പെടുകയും ചെയ്തിരുന്നു. ഇതിന്റെ വൈരാഗ്യമാണ് യുവാവിനെ ക്രൂരകൃത്യത്തിലേക്ക് നയിച്ചതെന്നാണ് സംശയം. നസ്രീനെ മാത്രമല്ല, വീട്ടിലുണ്ടായിരുന്ന മറ്റുള്ളവരെയും കൊല്ലാൻ ഇയാൾ പദ്ധതിയിട്ടിരുന്നു. വീട്ടിലുണ്ടായിരുന്ന എല്ലാവരെയും വകവരുത്തുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു പ്രതി എത്തിയതെന്നുമാണ് സംശയം. മൂഴിക്കൽ പൂതംകുഴിയിൽ ഹംസ സഫിയ ദമ്പതികളുടെ കൊച്ചുമകളാണ് നസ്രീനയും അദ്നാനും. ഇരുവരുടെയും ഉമ്മമാർ സഹോദരിമാരാണ്. നിസാർ റംസീന ദമ്പതിമാരുടെ മകളാണ് നസ്രീന. അഷ്റഫ് അസീന ദമ്പതിമാരുടെ മകനാണ് മരിച്ച അദ്നാൻ. അദ്നാന്റെ വീട് പൊന്നാനിയിലാണെങ്കിലും മൂഴിക്കലിലെ തറവാട്ട് വീട്ടിലാണ് നേരത്തെ താമസിച്ചിരുന്നത്. കൊല്ലപ്പെട്ട നസ്രീനും ഇവിടെ തന്നെയാണ് താമസിച്ചിരുന്നത്. ഇവിടെ നിന്ന് അദ്നാൻ പണം മോഷ്ടിച്ചിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ട നസ്രീൻ ഇക്കാര്യം വീട്ടുകാരെ അറിയിച്ചു. ഇതിന് പിന്നാലെ ഇയാളെ തറവാട്ട് വീട്ടിൽ നിന്ന് പുറത്താക്കി വീട്ടിൽ കയറുന്നതിന് വിലക്കുകയും ചെയ്തു. അങ്ങനെയാണ് 6 മാസം മുമ്പ് അദ്നാൻ കൊളത്തറയിലേക്ക് താമസം മാറിയത്. ഈ സംഭവത്തിന്റെ വൈരാഗ്യമാണ് ഇയാളെ ക്രൂരകൃത്യത്തിലേക്ക് നയിച്ചത്. പെൺകുട്ടി താമസിച്ചിരുന്നത് ഉമ്മയുടെ വീട്ടിലായിരുന്നു. വീട്ടുകാരുടെ ബഹളം കേട്ടെത്തിയ നാട്ടുകാരാണ് പെൺകുട്ടിയെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. പെൺകുട്ടിയെ കൊലപ്പെടുത്തുന്നതിനിടെ തടയാൻ ശ്രമിച്ച മുത്തശ്ശിയും യുവാവ് ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ചു. കൊളത്തറയിൽ നിന്ന് മൂഴിക്കലെത്തി തറവാട് വീട്ട് കള്ളത്താക്കോലിട്ട് വീണ്ടും തുറന്നാണ് അദ്നാൻ കുറ്റകൃത്യം നടത്തിയത്. ചൊവ്വാഴ്ച രാവിലെ 5:30 മണിയോടെയാണ് സംഭവം നടന്നത്. സംഭവം നടക്കുമ്പോൾ മരിച്ച നസ്രീന, മാതാവ് റംസീന, മുത്തശ്ശി സഫിയ എന്നിവരാണ് വീട്ടിലുണ്ടായിരുന്നത്. ആളുകൂടിയതോടെ വെപ്രാളത്തിൽ അടുത്തുള്ള ഒരു മുറിയിൽ കയറിയ അദ്നാനെ ബന്ധുക്കൾ പൂട്ടിയിടുകയായിരുന്നു. പിന്നാലെ പരിക്കേറ്റ നസ്രീനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. എന്നാൽ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരിച്ചിരുന്നു. തിരികെ എത്തിയപ്പോഴാണ് അദ്നാനെ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതെന്നാണ് വീട്ടുകാർ നൽകുന്ന വിവരം. എന്നാൽ മരണത്തിൽ നിരവധി സംശയങ്ങളും ബാക്കിയാണ്. അദ്നാന്റെ മൃതദേഹത്തിൽ സെല്ലോടേപ്പ് ചുറ്റിയിരുന്നു. ഇതാണ് അദ്നാന്റെ മരണം സംബന്ധിച്ച് സംശയങ്ങൾ ജനിപ്പിക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ച ഔദ്യോഗിക സ്ഥിരീകരണങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല. ഇത് സ്വയം ചെയ്തതാണോ അതോ മറ്റെന്തെങ്കിലും ഉണ്ടായോ എന്നതിലും അന്വേഷണം പുരോഗമിക്കുകയാണ്. രണ്ടുപേരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് അയച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ച റിപ്പോർട്ടുകൾ പുറത്തു വന്നാൽ മാത്രമേ കൂടുതൽ സ്ഥിരീകരണത്തിലേക്ക് എത്താൻ സാധിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കി. ഇന്നലെ രാത്രി സുഹൃത്തിന്റെ വീട്ടിലേക്ക് പോകുന്നുവെന്ന് പറഞ്ഞാണ് അദ്നാൻ വീട്ടിൽ നിന്നിറങ്ങിയത്. ഏറെ നാളത്തെ ആസൂത്രണത്തിന് ശേഷമാണ് അദ്നാൻ ഈ കൃത്യം ചെയ്തതെന്നാണ് സംശയം. കള്ളത്താക്കോൽ ഉപയോഗിച്ചാണ് വീടിനകത്തേക്ക് കടന്നത്. ഇത് തന്നെ ഇയാൾ കൃത്യമായ ആസൂത്രണത്തോടെയാണ് ഈ കൊലപാതകം നടത്തിയത് എന്നതിന് തെളിവാണ്. രാത്രിയിൽ പ്രദേശത്തെത്തിയ അദ്നാൻ ആരും കാണാതിരിക്കാൻ അവിടെയുള്ള CCTV ക്യാമറകൾ തിരിച്ചു വെച്ചു. അടുക്കള വഴി വീടിനകത്ത് കയറിയ ഇയാൾ നസ്രിയുടെ മുറിയിൽ പ്രവേശിക്കുകയായിരുന്നു. പുലർച്ചെ വരെ അവിടെ തുടർന്ന ശേഷമാണ് കൊലപാതകം നടത്തിയത്. അദ്നാന്റെ പിതാവ് അഷ്റഫ് കണ്ണൂരിലാണ് ജോലി ചെയ്യുന്നത്. നസ്രിയുടെ പിതാവ് നിസാർ വിദേശത്താണ്. പെൺകുട്ടിയുടെയും യുവാവിൻ്റെ മൃതദേഹങ്ങൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കാണ് പോസ്റ്റ്മോർട്ടത്തിന് മാറ്റിയിരിക്കുന്നത്. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. വൈരുദ്ധ്യമുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നതെന്നും അതിനാൽ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ യഥാർത്ഥ മരണകാരണം സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരികയുള്ളൂ എന്നും പോലീസ് വിശദീകരിക്കുന്നു. സിറ്റി പോലീസ് കമ്മീഷണർ മെറിൻ ജോസഫ്, അസിസ്റ്റന്റ് കമ്മീഷണർ KM ബിജു എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അന്വേഷണത്തിന്റെ ഭാഗമായി വീട്ടിൽ പരിശോധന നടത്തി. ഡോഗ് സ്ക്വാഡും വിരലടയാള വിദഗ്ധരും സ്ഥലത്തെത്തിയിരുന്നു. അതിനാൽ സ്ഥിരം പ്രശ്നക്കാരനായിരുന്നുവെന്നും നേരത്തെ തന്നെ പല ദുശ്ശീലങ്ങളും ഇയാൾക്കുണ്ടായിരുന്നുവെന്ന് സമീപവാസികളും പോലീസിനോട് പറഞ്ഞു.